രേഖപ്പെടുത്തുക. മറ്റാരുണ്ട് LDF അല്ലാതെ? ഒറ്റപ്പാലത്ത് കവലയിൽ പ്രസംഗം നടത്തിയ, തെരഞ്ഞെടുപ്പ് പ്രസംഗം നടത്തിയ നമ്മുടെ അൻവിൻകുട്ടൻ എവിടെയുണ്ട്? അൻവിൻകുട്ടൻ, ഹലോ. അപ്പൊ അൻവിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു സാമ്പിൾ വേണ്ടേ? അൻവിനെ ആ VS-ന്റെ ഡയലോഗ് അങ്ങോട്ട് പഠിപ്പിച്ചേ. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണ് എന്റെ യൗവനം. നമ്മുടെ അൻവിൻകുട്ടന്റെ കയ്യിൽ VS ഉണ്ട്, പിണറായി ഉണ്ട്, മമ്മൂക്കയുണ്ട്. നന്ദഗോപാൽമാർക്ക് വരെയിടാൻ അന്ന് തലസ്ഥാനത്ത് ദില്ലിയിലും കുറെ കണാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ ഇസുറു ബാങ്ക് നോട്ടടിക്കുന്ന പ്രശ്നമുള്ള കമ്മത്തം അതെടുത്തുകൊണ്ടുവന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിക്കണ തട്ട് താൻ തന്നെ ഇരിക്കും. ആരാ ഇതൊക്കെ പഠിപ്പിക്കുന്ന അൻവിൻകുട്ടനെ? ആര് പറ? അച്ഛൻ. നമ്മള് യൂട്യൂബിൽ നിന്ന് വീഡിയോ എടുക്കും, എന്നിട്ട് ആ വീഡിയോ കേൾപ്പിച്ചു കൊടുക്കും. നമ്മളും പഠിക്കും, എന്നിട്ട് അതിങ്ങനെ ആ ഡയലോഗുകൾ പറഞ്ഞു കൊടുക്കും. അൻവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു? എങ്ങനെ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയിലെ താരമാണ് ചേട്ടാ. എങ്ങനെയൊക്കെയാണ് വ്യൂസ് ഒക്കെ? ഒത്തിരി വ്യൂസ് അല്ലേ കിട്ടുന്നത്? പിണറായി വിജയൻ സഖാവിന്റെ ഒരു വീഡിയോ, അതാണ് ഏറ്റവും കൂടുതൽ റീച്ച് ആയത്. ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും, ഞങ്ങളെ വിമർശിക്കുന്നവരുണ്ടാവും. അവരെല്ലാം ആ വഴിക്ക് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. എന്തൊക്കെ ഡയലോഗുകളാ പറയുന്നത്? രാഷ്ട്രീയക്കാരുടെ ഡയലോഗുകൾ, സിനിമാക്കാരുടെ ഡയലോഗുകൾ, എന്തൊക്കെ ആയാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിന് മുന്നേ വൈറലാണ്. പക്ഷെ ഏറ്റവും കത്തി നിൽക്കുന്നത് നമ്മുടെ അൻവിന്റെ വീഡിയോ ആണ്. ഉണ്ണിക്കുട്ടനോട് അപ്പുവേട്ടൻ എന്തോ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു? എന്തോ പറഞ്ഞേ? നാളെ ഉണ്ണിക്കുട്ടൻ കേരളം കത്തിക്കും. ഉണ്ണിക്കുട്ടൻ ഇപ്പൊ എന്ത് ചെയ്തു? കേരളം കത്തിച്ചു. ആദ്യത്തെ ഓമനക്കുട്ടന്റെ ഒപ്പം ഉണ്ണിക്കുട്ടൻ ഏഷ്യാനെറ്റ് ന്യൂസ്.